केरल में आप कन्नौर से आ रहे हैं ना? हाँ जी, मैं कन्नौर से आ रहा हूँ। आपका ये कंबाइंड फोर्स अभी कब शुरू होगा ये ऑपरेशन एक्शन? ऑपरेशन आप देख सकते हैं यहाँ पे पार्टियाँ आ गई हैं और वी आर ऑलरेडी स्टार्टिंग दी वर्क बिकॉज बहुत सारा लोग हैं, सबको कोऑर्डिनेशन करके एक साथ में भेजना है। सो आई विल रिक्वेस्ट दैट मेरे को काम करेंगे हम आपसे बाद में बात करेंगे। वहाँ से पूरा आदमियों को कल रात से वहाँ से निकला है ना? हाँ, जितना हमारे पास में शाम को 8-9 बजे तक दिखा है सबको हमने बाहर निकाला है। वी रिज्यूम दी ऑपरेशन। താങ്ക് യു. പണിയെടുക്കണം. ഞങ്ങളും ഇതുപോലെ ഇപ്പോഴത്തെ ദൗത്യം ഇതിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഇന്നലെ രാത്രി 9:30 വരെ കണ്ടവരെ മുഴുവൻ അവിടേക്ക് ആ സമയത്ത് ഞങ്ങളിത് മാറുന്നതിന് മുൻപുള്ള മുഴുവൻ ആളുകളെയും അവിടെ നിന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുപോരാനായി. പക്ഷേ ഇനി ഞങ്ങൾ വീണ്ടും അല്പസമയത്തിനകം ഇതൊരു കണ്ണൂരിൽ നിന്നുള്ള യൂണിറ്റ് ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെയുള്ള സൈന്യത്തിൻ്റെയും ദുരന്ത നിവാരണ സേനകളുടെയും എല്ലാം യൂണിറ്റുകൾ ഇവിടെയുണ്ട്. അവരാണ് ശരിക്കും നമ്മൾ ഈ ദുരന്തമുഖത്തൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ ആര്യ, നമ്മൾ പലപ്പോഴും ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവരുടെ അധ്വാനം ആദ്യഘട്ടത്തിൽ, ഒന്നാം ഘട്ടത്തിൽ നാട്ടുകാർ കൈമേയ് മറന്ന് പ്രാണൻ മാത്രം രക്ഷിച്ചുകൊണ്ട് ഒരു ആത്മബന്ധത്തിൻ്റെ പുറത്ത് ആഞ്ഞിറങ്ങി കടന്നു വന്ന് കൈ കൊടുത്ത് രക്ഷിച്ചതിന് ശേഷം തികച്ചും പ്രൊഫഷണൽ സ്കിൽ വേണ്ട ഈ രണ്ടാം ഘട്ടത്തിൽ ഇവരുടെ സഹായം എപ്പോഴും വലിയ തോതിൽ രക്ഷാപ്രവർത്തനങ്ങളുടെ ഏകോപിപ്പിക്കുകയും അതിൻ്റെ വിജയത്തിലെത്തിക്കുകയും ചെയ്യുന്നത് അതാണ്. അതിനപ്പുറത്ത് ഇന്നലെ ഇവിടെ നിന്ന് ഇതിനൊപ്പം ഞാൻ ഷമീർ പറഞ്ഞ 1-2 കാര്യങ്ങൾ കൂടി പറയുകയാണ്. ഇവിടെ മിനിഞ്ഞാന്നാണ് ഈ പുഞ്ചിരിമട്ടത്തിൽ നിന്ന് വന്ന് അവർ ഈ ദൃശ്യങ്ങൾ എടുത്തത്. അതിന് അവർ പോയി ഏതാണ്ട് ഒരു 8 മണിക്കൂർ കഴിയുമ്പോഴാണ് അവർ നിന്നിരുന്ന പ്രദേശം തന്നെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാവുന്നത്. അതിന് തൊട്ട് പിന്നാലെ ഇന്നലെ ഷമീർ വന്നപ്പോൾ ആ കണ്ട വീടുകളിലെ കാഴ്ചകൾ, 2 കുട്ടികളെ കാണാനില്ല. ആ കുട്ടികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ. പക്ഷേ ആ തിരച്ചിലിൽ ആ വീട്ടിൽ നിന്ന് 3 മുതിർന്നവരുടെ മൃതദേഹങ്ങളാണ് കിട്ടുന്നത്. ആ കുട്ടികളെവിടെ ഇപ്പോഴും ആർക്കും അറിയില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നോക്കൂ, ഈ വയറുകൾ, ഇതുപോലെ തകർന്നു കിടക്കുന്ന ഈ സ്ഥലം, ഇത് ഒരു വെള്ളാർമല അങ്ങാടിയാണിത്, ചൂരൽമലയിലെ അങ്ങാടിയാണ്. ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ മുണ്ടക്കയിൽ ഇത്രയും വലിയ അങ്ങാടിയല്ല, പക്ഷേ കുറച്ചുകൂടി എങ്കിലും ഒരുപാട് കടകളുണ്ടായിരുന്നു. ഒരു വലിയ വന്നെത്തുന്ന വിനോദസഞ്ചാരികളുടെ ആവശ്യങ്ങൾ അത്രയും നിറവേറ്റാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു അങ്ങാടി തന്നെയായിരുന്നു. അതും ഇപ്പോൾ പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. 100 കണക്കിന് വീടുകൾ എന്നാണ് നേരത്തെ അജയ് പറഞ്ഞത്. ആ വീടുകളുടെ അവസ്ഥ, അക്കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോഴാണ് ഇപ്പം നമുക്ക് മനസ്സിലാവുന്നത് എത്രത്തോളമാണ് ഇതിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ ആഴമെന്ന് തോന്നുന്നത്. ഷിജിൻ അങ്ങോട്ട് പോകണ്ട എന്ന് ഞാൻ പറയൂ, കാരണം ആ ചെളി മറികടക്കുക ഒരു പക്ഷേ ബുദ്ധിമുട്ടായിരിക്കും. ഷിജിൻ, അതിനനുസരിച്ച് നമുക്ക് കാണാം ഒരു പൊതുവിതരണ കേന്ദ്രം ഇവിടെ ഇപ്പോൾ ദുരന്തത്തിൻ്റെ ഓർമ്മകൾ മാത്രമുള്ള ഒന്നായി ഇതൊക്കെ മാറുകയാണ് ആര്യ. കാരണം ഞാൻ പറഞ്ഞില്ലേ, മഴ ഇപ്പോൾ മാറി നിൽക്കുന്നു. പക്ഷേ മഴയെപ്പറ്റി എന്തെങ്കിലും ഒരു പ്രഡിക്ഷൻ ഞാൻ പറയില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരെ മഴയായി പെയ്തിറങ്ങുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. കാരണം മഴ പെയ്യുന്നത് ഓരോ നിമിഷവും നമ്മൾ മഴയെ കഴിഞ്ഞ ആഴ്ചകളിൽ മുഴുവൻ നമ്മൾ കണ്ടത് അങ്ങനെയാണ് ആര്യ. പക്ഷേ ഇവിടെ അജയ് നേരത്തെ പറഞ്ഞത്, ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞത്, ഇന്നലെ രാത്രി മഴ മാറി നിന്നു എന്നുള്ളതാണ് ആശ്വാസം. ഈ പകലും അത് അങ്ങനെ ആവട്ടെ എന്നുള്ള പ്രാർത്ഥനകൾ. എങ്ങനെ കടന്നു ചെന്ന് ഇനി എന്തൊക്കെ രക്ഷപ്പെടുത്താൻ കഴിയും എന്നുള്ള കാര്യങ്ങളിൽ രക്ഷാ ഉദ്യോഗസ്ഥർ പോകുന്നതാണ് നമ്മൾ ഇപ്പോഴും ഇവിടെ കാണുന്നത്. നാട്ടുകാരും ചേർന്ന് കൈകോർത്ത് പിടിച്ച് ഒരു കയറ്, ഒരു മുറിച്ചെടുക്കുന്ന ഒരു കട്ടറ്, ഇതിനൊക്കെ ഇപ്പോൾ ജീവന്റെ വിലയുണ്ട്. തെരച്ചിലിനെ അതിൻ്റെ ലക്ഷ്യത്തിലെത്തിക്കുന്ന അവിടേക്ക് എത്തിക്കുന്ന ആ ലക്ഷ്യപ്രാപ്തിയുടെ വിലയുണ്ട്. പക്ഷേ അവിടെ കടന്നു ചെല്ലുമ്പോഴും വെളിച്ചം വരുമ്പോൾ നമുക്ക് കാണാൻ മാറിയ എങ്ങനെയാണ് ഒരു വലിയ മല അപ്പാടെ ഇടിഞ്ഞു വന്ന് നിൽക്കുമ്പോൾ എന്താണ് സംഭവിക്കുക. എനിക്കിതിൽ കൂടുതൽ നമുക്കിപ്പോൾ വാക്കുകൾക്ക് ഒരു കാര്യമില്ല. കാരണം വാക്ക് പറയുന്നതിൽ തന്നെ അർത്ഥമില്ല. എന്താണ് നമുക്കിവിടെ കാണാം. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ കെട്ടിപ്പൊക്കിയതൊക്കെ. ഇതിനപ്പുറത്തില്ല, ഇതിന് മറുപുറത്തുമില്ല. പക്ഷേ നമുക്ക് മുണ്ടക്കയിൽ നിന്ന് ഇനിയും തെരച്ചിലുകൾ നടത്തേണ്ടതുണ്ട്. ഇന്നലെ രാത്രിയിൽ അവിടെ കൂടി നിന്ന ആളുകളെയാണ് നമ്മൾ പുറത്തെത്തിച്ചത്. അവിടേക്ക് കടന്നു പോകാൻ കഴിയാതെ, അവിടെ നിന്ന് കടന്നെത്താൻ കഴിയാത്തവരുണ്ടോ ആര്യ? ഞാൻ അതോടൊപ്പം നമ്മളിപ്പോഴും പലപ്പോഴും മനുഷ്യൻ്റെ കണക്കാണ് എടുക്കുക. നമ്മൾ ഇവിടെ വളരെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത വീട്ടുമൃഗങ്ങൾ, ആരുടെയൊക്കെയോ ഓമന മൃഗങ്ങൾ നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ തൊഴുത്തുകൾ ഉണ്ടായിരുന്നു. ആ തൊഴുത്ത് ഏറെക്കുറെ പൂർണ്ണമായും ഒലിച്ചുപോയി.
അത്തരം കണക്കുകളൊന്നും ഒരുപക്ഷെ എവിടെയും നമ്മൾ ഇത്തരം ദുരന്തമുഖങ്ങളിൽ കാണില്ല. പക്ഷെ ഇപ്പോഴും അങ്ങേപ്പുറത്ത് 1.5 കിലോമീറ്റർ അപ്പുറത്ത് നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ അട്ടമലയിലേക്കും മുണ്ടക്കയിലേക്കും രണ്ടായി തിരിഞ്ഞിടത്ത് നിന്ന് കടന്നു പോകുന്ന ഒരു മുണ്ടക്കയിലേക്കും നമ്മൾ പോകുന്ന ആ തിരിവിനപ്പുറത്ത് അവിടെ ആരൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ട്. ഇനി ഒരു രക്ഷയ്ക്ക് വേണ്ടി ഇന്നലെ മറ്റുള്ളവർക്കൊപ്പം പോരാൻ കഴിയാതെ നിന്നവരാരെങ്കിലും ഉണ്ടോ? തീർച്ചയായും അവരെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ചൂരൽമലയിലും മുണ്ടക്കയിലും ഇപ്പോഴും അനേകം ജീവിതങ്ങൾ പകച്ചു നിൽക്കുന്നുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടവരാണ്, ഉറ്റവരെ നഷ്ടപ്പെട്ടവരാണ്, ആരൊക്കെ നഷ്ടപ്പെട്ടു എന്ന് പോലും അറിയാത്ത അവസ്ഥയിലുള്ളവർ പോലും ഉണ്ട്. അപ്പം അവരെയൊക്കെ കൈകോർത്ത് പിടിച്ച് രക്ഷിക്കേണ്ടതുണ്ട്.